മോളെ നിന്നോട് അപ്ലൈ പറഞ്ഞില്ലേ നടന്നു പോയാൽ ലേറ്റ് ആവുമെന്ന്. മനഃപൂർവ്വം തന്നെ ഫോൺ എടുക്കാത്തതാ. വലിയ ബിസിയുള്ള ബോസാണെന്ന വിചാരം. ഞാൻ എന്തായാലും വിടില്ല. എന്തിനാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? അറ്റ്ലീസ്റ്റ് സംസാരിക്കേ. ട്രാൻസ്ഫറിനെ പറ്റി സംസാരിക്കാന്. അതിനെപ്പറ്റി ഇനി ഒന്നും സംസാരിക്കാനില്ല. പിന്നീട് വിളിക്കാം. ദേഷ്യത്തിൽ മൂപ്പരുടെ മൂടെ എന്തിനാ കളയുന്നേ? ഞാൻ ചെക്ക് ചെയ്ത ബൽഗാവിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യമുണ്ട്. ഇവരല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞേക്കണം. ഇറ്റ്സ് എ സ്മോൾ ഇഷ്യൂ, ഡോണ്ട് വറി. സ്മോൾ ഇഷ്യൂ ആണെങ്കിൽ ഇവിടെ ടാർഗറ്റ് ആവുന്നത് ഞാനാ. കിട്ടിയോ? അച്ഛൻ ഫോൺ ചെയ്തിരുന്നോ? അവൾ എവിടേക്കാ പോയത്? അവള് തിരയാൻ പോയതാ മോളെ. ഏത് ഭാഗത്തേക്കാ പോയെന്ന് പറ, ഞാനും പോയി തിരഞ്ഞിട്ട് വരാം. അച്ഛാ അച്ഛാ, സിയെ കിട്ടിയോ? എല്ലായിടത്തും തെരഞ്ഞു മോളെ, പക്ഷെ ഒരു സ്ഥലത്തും കണ്ടില്ല. എല്ലാം എന്റെ തെറ്റാ മോളെ. ഇനി പോലീസിന്റെ കംപ്ലൈന്റ് കൊടുക്കാനല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അച്ഛാ, നിങ്ങൾ മറന്നാലും അവൾ നിങ്ങളുടെ കൂടെ തന്നെ വരില്ലേ? എന്നാലും അവൾ എവിടെ പോവാനാ? സീത, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത നന്നാവുന്ന എന്റെ അഭിപ്രായം. ഞാനൊന്ന് പുറത്തു പോയി നോക്കിയിട്ട് വരാം അമ്മേ. അവൾക്ക് എന്റെ നമ്പർ അറിയാം. അവൾ എവിടെ പോയി കുടുങ്ങിയാലും എന്നെ ഫോൺ ചെയ്തോളും. നിങ്ങൾ രണ്ടാളും എവിടെ ഇരിക്കെ, അവൾ വന്ന് എന്നെ ഫോൺ ചെയ്യേ. ഞാൻ പോയി നോക്കിയിട്ട് വേഗം വരാം. ഈ കൊട്ടാരത്തിലെ ആൺകുട്ടികൾക്ക് കുടിലിലെ പെൺകുട്ടികളോട് ഇത്രയധികം മോഹം തോന്നാൻ കാരണം നിന്റെ അച്ഛനും ചെയ്തത് ഇതേ കാര്യം. അവനെ എനിക്ക് തടയാൻ കഴിഞ്ഞില്ല. പക്ഷേ നിന്നെ എനിക്ക് അങ്ങനെ വെറുതെ വിടാനാവില്ല. ആദ്യം നിന്റെ പ്രിയതമയെ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കും. അത് കഴിഞ്ഞ് നിന്നെ ഈ രാജ്യത്തുനിന്ന് തന്നെ ഞാൻ നാട് കടത്തിയിരിക്കും രാമാ. മേമയാണല്ലോ വിളിക്കുന്നേ. ഹായ് മേമ. അപ്പു, ബിസിയാണോടാ? അല്ല മേമ, പറഞ്ഞോ, എന്തു പറ്റി? എനിക്ക് നിന്നോട് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണമായിരുന്നു. നിനക്കൊന്ന് വരാം.
ഏയ് ശരിക്ക് കേട്ടോ, ഇനി ഒരു 4 റൗണ്ട് അങ്ങനെ കറങ്ങട്ടെ. അവള് പേടിച്ച് കരയണം. അപ്പൊ ഞാൻ വരാം. മനസ്സിലായോ? ശരി ചേട്ടാ. ഞാൻ നടന്നു പോവാന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾ എന്തിനാ എന്നെ കാറിലൊക്കെ കൊണ്ടുപോകുന്നേ? മുത്തശ്ശൻ എങ്ങോട്ടാ പോയേ? അവിടെ എവിടെയെങ്കിലും കാണൂന്നേ. അങ്കിൾ, ഈ കാറ് മുത്തശ്ശനുള്ള റോട്ടിലല്ല പോകുന്നേ. മുത്തശ്ശൻ ചിക്ചക് റോഡിന്റെ അടുത്താ ഉള്ളത്. അല്ല മോളെ, നിന്റെ മുത്തശ്ശൻ മുമ്പിലാ ഉള്ളത്. നിങ്ങൾക്ക് എന്റെ മുത്തശ്ശൻ ആരാന്നറിയോ? ആ മോളെ, എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്ന കണ്ടു. അദ്ദേഹത്തിന്റെ പേര് പറ കേക്കട്ടെ. അത് പറ. നിങ്ങൾക്കൊന്നും അറിയില്ല. ഞാൻ നടന്നു പോക്കോളാം. ഡ്രൈവർ അങ്കിൾ, വണ്ടി നിർത്ത്. ഏയ്, മര്യാദക്ക് അടങ്ങിയിരുന്നോ? ചേട്ടാ പേടിക്കുന്നുണ്ട്. ഗുഡ്. മര്യാദക്ക് അടങ്ങിയിരിക്കുന്ന നിനക്ക് നല്ലത്. എന്നെ കിഡ്നാപ്പ് ചെയ്തതാണോ നിങ്ങൾ? സീതാമ്മേന്റെ അടുത്തുനിന്ന് പൈസ കിട്ടാൻ എന്നെ കിഡ്നാപ്പ് ചെയ്തതാണോ? എനിക്കൊരു പേടിയുമില്ല. എന്താന്ന് വെച്ചാ എന്റെ ഫ്രണ്ട് എനിക്ക് ഒരുപാട് മാജിക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചേട്ടാ ഇവളിത് എന്തൊക്കെ ഈ പറയുന്നേ? കാത്തിരുന്നോ, മാജിക് ഇപ്പൊ വരും. നിങ്ങൾക്കൊക്കെ എന്താ പറ്റുന്നെന്ന് നോക്കിക്കോ. ബാഡ് പീപ്പിൾസിന് ബാഡ് മാത്രമേ ഉണ്ടാവും. എന്നെ കിഡ്നാപ്പ് ചെയ്തതല്ലേ, എന്നെ ഇവിടെ ഇറക്കി വിടുന്നതാ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരും. ഇല്ല, ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകേണ്ടി വരും. നിന്റെ കയ്യിൽ ഇൻസുലിൻ ഉണ്ടോ? ഇൻസുലിനോ എന്ന് വെച്ചാ? ഇൻസുലിൻ എന്താന്ന് പോലും അറിയില്ല. ഇഞ്ചക്ഷൻ ഒക്കെ വെക്കാറില്ലേ, അത്. ഷുഗറിന് പ്രശ്നമുള്ളവർക്ക് ആ ഇഞ്ചക്ഷൻ വെക്കണം. ഇല്ലെങ്കിൽ കഷ്ടാ. ഞാൻ തല കറങ്ങി താഴെ വീഴും. അപ്പൊ നിങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമാവും. ചേട്ടാ ഈ കൊച്ചൊട്ടും പേടിക്കുന്നില്ല. നമ്മളെ ഇങ്ങോട്ട് പേടിപ്പിച്ചോണ്ടിരിക്കുക. വണ്ടി നേരെ ഞങ്ങളുടെ ഏരിയയിലേക്ക് പോട്ടെ. നിങ്ങൾക്ക് ശാന്തമുത്തശ്ശിന്റെ വീട് അറിയോ? അറിയില്ലെങ്കിൽ ഫോണിങ്ങതാ, ഞാൻ തന്നെ മൂർത്തി മുത്തശ്ശിനെ വിളിച്ച് ചോദിച്ചോളാം. നമ്പർ പറയട്ടെ. ഫോണിങ്ങത്താ. നാശം. എന്റെ തലവര. ഞാൻ അങ്ങോട്ട് വരുവാ, നിക്ക്. നിങ്ങൾ ഫോൺ തരണ്ടോ ഇല്ലയോ? ഡാ, വണ്ടിയിൽ നിന്ന് ഇറങ്ങടാ. ഡാ, ഇറങ്ങ്. വാ മോളെ. അയ്യോ. ഏയ്, എന്റെ മുമ്പിൽ വെച്ച് എന്റെ മോളെ കിഡ്നാപ്പ് ചെയ്യുന്നോ? ഞാൻ ആരാണെന്നറിയോ? ലോയർ രുദ്രപ്രതാപ്. ജയിലിൽ കിടക്കേണ്ടി വരും, അത് ഓർത്തോ. മോളെ, നീ വെറുതെ പേടിക്കണ്ട കേട്ടോ. ഞാൻ വിടില്ലേ, ഓക്കെ? അങ്കിൾ, എന്നെ നിലത്ത് ഇറക്ക്. അങ്കിൾ, നിങ്ങൾ എന്തിനാ വന്നത്? ഞാനോ? നിന്നെ രക്ഷിക്കാൻ വന്നത്. ഓ,
ഇവരൊക്കെ ബാഡ് ബോയ്സാ. നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാ. ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ? ഞാൻ ഈ കാറിലുള്ളതെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? അത് പിന്നെ ഞാൻ ലോയറല്ലേ, അതൊക്കെ എനിക്ക് മനസ്സിലാവും മോളെ. നോക്ക്, ഓരോന്നിന്റെ കോലം കണ്ടില്ലേ? ക്രിമിനൽസിനെ പോലെയില്ലേ? നോക്ക്, നീ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാവേ. വാ പോവാ, കം. അങ്കിൾ, ഞാൻ തന്നെ പൊക്കോളാം. മേമ ഇതെന്താ? ചാന്ദിനിയുടെ അടുത്തുനിന്ന് വന്നതാണെന്ന് തോന്നുന്നു. സോറി അപ്പു, സത്യത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നീ പഴയതെല്ലാം മറന്ന് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് എന്നും നല്ലതേ സംഭവിക്കാവൂ. നീ എന്നും സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ എന്നും ഈ മേമ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ എന്നെ മറികടന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് വന്നപ്പോഴേ നിനക്ക് തരാതെ എനിക്ക് മറച്ചു വെക്കാമായിരുന്നു. ബട്ട് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് എത്തിക്കലി റോങ്. ഇത് നിന്റെ പേഴ്സണൽ കാര്യമാണ്. അതുകൊണ്ട് നിനക്ക് തരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. വീട്ടിലെ ആരെങ്കിലും ഇത് ഞാൻ നിനക്ക് തരുന്നത് കണ്ട് അവര് തലങ്ങും വിലങ്ങും ചോദ്യം ചോദിച്ച് നിനക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വെച്ച് തരാതെ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. കത്തി നിൽക്കുന്നൊരു ഹൃദയത്തിനൊരു കത്തും ഒരു റോസാപ്പൂവും മതി. നിന്റെ തലവര മാറുന്നത് ഞാൻ കാണിച്ചു തരാടാ. മേമ ഇത് പറയാൻ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? ഇതിലെന്താ എഴുതിയിരിക്കുന്നൊന്ന് തുറന്നു നോക്ക്. ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ മേമ. നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇതങ്ങ് നശിപ്പിച്ചു കളയാൻ ഞാൻ പറഞ്ഞേനെ. അപ്പു, ചാന്ദിനി എഴുതിയ ലെറ്റർ നീ... ഇത് ഞാൻ മുമ്പ് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ ആങ്ഷ്യസ് ആയനെ. ആ ലെറ്റർ വായിച്ച് കരഞ്ഞു മെഴുകിയേനെ. ആ റിലേഷൻഷിപ്പിൽ ഞാൻ ചെയ്തത് തെറ്റാന്നാലോചിച്ച് ഗിൽറ്റി ആയേനെ. പക്ഷെ ഇപ്പൊ ഞാൻ ആ പഴയ റാമല്ല മേമ. ഇത് പുതിയ റാം, വേർഷൻ 2.0. അപ്പോ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. നീ ആ പഴയ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്ന് മുന്നോട്ട് കാല് വെക്കണമെന്നൊക്കെ ചിന്തിക്കുന്നത് ഇറ്റ്സ് വെരി ഗുഡ്. ഐ റിയലി അപ്രീഷിയേറ്റഡ്. ബട്ട് ഇപ്പോ ചാന്ദിനി തന്നെ ഡയറക്റ്റ് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോ... വേണ്ട മേമ, ഇപ്പൊ എനിക്ക് ഒരുപാട് സമാധാനമുള്ള പോലെ തോന്നുന്നു. വീണ്ടും അവളുടെ കോളിന് റെസ്പോണ്ട് ചെയ്ത് ഞാൻ ഇപ്പോഴുള്ള എന്റെ സന്തോഷം കളയണോ മേമ? പറ മേമ. ആക്ച്വലി ചാന്ദിനിക്ക് ഇനി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല മേമ. എന്താണെന്നോ, അവളുടെ നമ്പർ മാത്രമല്ല, അവളെ തന്നെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ബ്ലോക്ക് ചെയ്തതാ. യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. എന്ന് വെച്ചാ അപ്പോ നീ ചാന്ദിനിയെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു എന്നാണോ? ഐ ഗസ് സോ. അപ്പോ നീ വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പോ സഡനായിട്ട് ഇങ്ങനെയൊരു മാറ്റം നിനക്ക്? നീ ഇപ്പോ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ അപ്പോ?
നാഥ സദാനന്ദ സർവലോകദയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്ത്രേ ദുഃഖം നമോ ഭൂതനാഥ സദാനന്ദ സർവലോകദയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്ത്രേ ദുഃഖം നമോ നമഃ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ മംഗല്യേ ശിവേ അമേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഭഗവാനെ ക്ഷമ ചോദിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഇതുവരേക്കും കൈകൂപ്പി ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. വേണോ എന്റെ പ്രാണൻ നീ എടുത്തോ. എന്റെ കുട്ടിക്ക് ഒന്നും വരാതെ നോക്കണേ ഭഗവാനെ. അയ്യോ അങ്ങനെ പറയല്ലേ. നിനക്കൊന്നും പറ്റില്ല, സിഹിക്കൊന്നും പറ്റില്ല. നമ്മൾ ഈ സ്തോത്രങ്ങളെല്ലാം ചൊല്ലി തീരുന്നതിന് മുമ്പ് നമ്മുടെ സിഹിമോള് തിരിച്ചു വരും. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി. എന്താ മേമ, ഒരാളെ മറക്കണമെങ്കിൽ വേറൊരാളെ ഇഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? അതോ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരാളെ നമുക്ക് മറക്കാൻ കഴിയുമോ? അങ്ങനെയൊന്നും അല്ല മേമ. ഇപ്പോൾ ജസ്റ്റ് ഐ എം ഫ്രീ, അതുകൊണ്ട് സമാധാനമുണ്ട്. മേമ ഒന്നും ടെൻഷൻ ആവണ്ട. ഞാൻ ഇങ്ങനെയുള്ളതല്ലേ നിങ്ങൾക്കും ഇഷ്ടം. ഓഫ് കോഴ്സ് അപ്പു, ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ്. അത്രേ ഉള്ളൂ. ഇനി ചാന്ദ്രന്റെ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ഐ എം ആബ്സല്യൂട്ട്ലി ഫൈൻ നൗ. മേമയുടെ കൺസേൺ എനിക്ക് മനസ്സിലാവും. വെറുതെ ടെൻഷൻ ആവണ്ട പ്ലീസ്. മേമ, ഒരു ഇമ്പോർട്ടന്റ് കോളാണേ. വീണ്ടും അവളുടെ കോളിന് റെസ്പോണ്ട് ചെയ്ത് ഞാൻ ഇപ്പോഴുള്ള എന്റെ സന്തോഷം കളയണോ മേമ? ചാന്ദിനിക്ക് ഇനി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല മേമ. അവളുടെ നമ്പർ മാത്രമല്ല, അവളെ തന്നെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ബ്ലോക്ക് ചെയ്തതാ. ഹലോ ഹലോ. ആ സീത പറ. ഹലോ റാം. സീത എന്തു പറ്റി? റാം, സിഹയെ കാണാനില്ല. വാട്ട്? കാണുന്നില്ല എന്ന് പറഞ്ഞ? സ്കൂളിൽ പോയിട്ട് പിന്നെ തിരിച്ചോളൂ വന്നില്ലേ? റാം, സത്യമായിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ സിഹിയെ ഞാൻ തന്നെ തരണോ അതോ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. നിന്നോടല്ലാതെ വേറെ ആരോട് എന്ത് പറയണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ ഫോൺ ചെയ്തത്. സീത പ്ലീസ് കരയാതെ. സി വേഗം വരും, അവക്കൊന്നും പറ്റില്ല. താനിപ്പോ എവിടെയുള്ളേ? ഞാനിപ്പോ തന്നെ ഇറങ്ങാം കേട്ടോ. ഷീൽ ബി സേഫ്. പ്ലീസ് കാം ഡൗൺ. താൻ ടെൻഷൻ ആവാതെ, ഞാൻ ഇപ്പൊ തന്നെ എത്താം.